വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ നമ്മൾ റിസൾട്ട് ഇന്നലെ നിങ്ങൾ കണ്ടുല്ലോ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തിരിഞ്ഞാലോടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് പോയിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചാനലും എന്നൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ വേണമെന്ന് പോയപ്പോൾ 28ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കാലത്ത് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഉപ്മാവായിരുന്നു, എനിക്കത് കഴിക്കാൻ തന്നെ തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് മസാല ദോശയാണ് ഇപ്പോഴും ഓർഡർ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ 2 ചപ്പാത്തി മതി പറഞ്ഞിട്ട് ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഈ ചപ്പാത്തി വന്ന് ഉണക്ക ചപ്പാത്തി, അതായത് ഇങ്ങനെ മുരിഞ്ഞിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ചപ്പാത്തി. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു എനിക്കിത് വേണ്ട പറഞ്ഞിട്ട് 2 വെള്ളയപ്പം ഓർഡർ ചെയ്തിട്ടോ. അതുപോലെ കറിയൊക്കെ ഭയങ്കര പാത്രത്തിലൊക്കെ നിറയെ കോരി വെച്ചേക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ, ഒരു നീറ്റില്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ കഴിച്ചു ഡോക്ടറെ കണ്ടു. എന്നിട്ട് തിരിച്ചു പോകാം കേട്ടോ. നല്ല തിരക്കായിരുന്നു ഡോക്ടറുടെ അവിടെ, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് അപ്പോൾ ചെറുവളവിൻ്റെ അവിടെ ആൾക്കാർ പാടത്ത് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പാടത്തെ മീൻ, ബ്രാല്, പിന്നെന്താ അങ്ങനത്തെ മീനുകളൊക്കെ ഇല്ലേ. അപ്പോൾ ഒരു തരം കൊട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പിടിക്കണത്. നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ നട്ടാപ്പുറ വെയിലായിരുന്നു, അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഖത്തൊക്കെ ഇങ്ങനെ ആവി എടുത്തിട്ടേ മുഖം ഇങ്ങനെ പൊള്ളുമായിരുന്നു. എന്തോരം ആൾക്കാർ, ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ. വലിയ പാടാണ്, തോന മീൻ കിട്ടും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നോക്കിയെന്ന് കണ്ടു. അപ്പൊ എങ്ങനെ കിട്ടുക പിന്നെ കോട്ടയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കുക? കൈയിട്ട് പിടിക്കും. അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവില്ലല്ലോ. കുട്ട കൊത്തി കഴിഞ്ഞായിരിക്കുമോ? അതൊക്കെ ചെറിയ ചെക്കനാ, അതിന് പിടിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ നല്ല രസം കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുവളവിൻ്റെ അവിടെ സ്ഥിരം കയറാറുള്ള ഒരു കടയുണ്ട് കേട്ടോ, പൊട്ടുവെള്ളരി, തണ്ണിമത്തനൊക്കെ ജ്യൂസ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി പൊട്ടുവെള്ളരി കുടിക്കാനായിട്ട് കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാമെന്നറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഇതിൻ്റെ പൊട്ടുവെള്ളരി എന്നാണ് കേട്ടോ പറയുക. അതിൻ്റെ ജ്യൂസ് ഭയങ്കര കൂളിങ് എഫക്റ്റാണ് കേട്ടോ ഈ ചൂട് കാലത്ത് കുടിക്കാനായിട്ട്. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കണ്ണാണ്ടൊന്നും പണ്ട് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അത് കുടിച്ചിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും അത് കുടിക്കുമ്പോഴേ നമ്മുടെ ഇങ്ങനെ വയറ്റിലെത്തണ വരെ നമുക്ക് അറിയാൻ പറ്റും. നല്ല കൂളിങ്ങാണ്. അത് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ ചൂട്ടത്ത്. നല്ല തണുത്ത പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ചാൽ. അപ്പോൾ പണ്ടമ്മ ഫാമിലായിരിക്കുമ്പോൾ കൊണ്ടുവരാറുണ്ട്, ജോലിക്ക് പോയിരുന്നപ്പോൾ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു സീസണിൽ അവരുടെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സംഭവം കൊണ്ടുവരാറുണ്ട്, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ അവിടെ നിന്ന് കുടിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഇനി കുറച്ചുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി പോണ വഴി വെള്ളാങ്കല്ലൂരൊന്ന് പോകണം, 2-3 സാധനം വാങ്ങാണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴി അമ്മയുടെ ഫാമിലൊന്ന് കയറിയിട്ടോ. അമ്മ ഇപ്പോൾ അവിടെ ജോലിക്ക് ഇല്ലല്ലോ, അമ്മ അവിടെ നിന്ന് പോകുന്നില്ലേ. അപ്പോൾ അടുത്ത ചേച്ചിമാരെയൊക്കെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളാങ്കല്ലൂർ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടിട്ട് പറഞ്ഞു എന്നാൽ നമുക്കൊരു ഷേക്ക് കുടിക്കുക പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഷേക്ക് വേണ്ട പറഞ്ഞപ്പോൾ ഞാനൊരു മാംഗോ ജ്യൂസും കണ്ടിട്ടൊരു ഷേക്കും ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ മാംഗോ ജ്യൂസ് വാങ്ങിയപ്പോൾ ഭയങ്കര മധുരമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പോൾ ഛർദ്ദിക്കുന്നു, അത്രയ്ക്ക് മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കുഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ഒതുങ്ങണ വീഡിയോസാണ് ഇടുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണുക. പരമാവധി ഞാൻ ആഴ്ചയിൽ എന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും 2-3 വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.